ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബേക്കറി സ്റ്റൈൽ പ്ലം കേക്കുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരക്കപ്പ് പഞ്ചസാര ലോ ഫ്ലെയിമിലിരുന്നിട്ട് മെൽറ്റായി വരണം. മെൽറ്റായി വരുമ്പോഴേക്ക് നമുക്കൊരു സ്പാച്ചില കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒരു നല്ല ബ്രൗൺ കളർ വന്ന് ഒന്ന് പതഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഒന്ന് മാറി നിന്ന് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് പൊള്ളിത്തെറിക്കാൻ സാധ്യതയുണ്ട്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് കൂടി ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ഗരം മസാല, പട്ടയും ഗ്രാമ്പൂവും ഏലക്ക, ജാതിക്ക ഇത്രയും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഗരം മസാല 1 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം അതിൽ വരുന്ന മസാലയുടെ കുത്ത് ഉണ്ടാവും. അത് വീണ്ടും മാവിലോട്ടിട്ട് തന്നെ ഒന്ന് വിസ്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അടുത്ത് നമുക്ക് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. കേക്കിന് വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ അത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് മിക്സി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് കയറി കാണുന്നത് നല്ലതായിരിക്കും. അപ്പോൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും 1 കപ്പ് ഫ്രൂട്ട്സ് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. അതൊരു അരിപ്പയിലോട്ട് മാറ്റി കൊടുക്കുക. അതിലുള്ള അധികമായിട്ടുള്ള ജ്യൂസ് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അരിപ്പയിലോട്ട് മാറ്റിയിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലോട്ട് 1 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്ക് ഒരു വിസ്ക് ഉപയോഗിച്ചും ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മുട്ട ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അത്ര ആയിക്കഴിഞ്ഞാൽ നമുക്കിനി അതിലോട്ട് നേരത്തെ ചെയ്ത് വെച്ച കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാരമലും നന്നായിട്ട് ബീറ്റായി വന്നാൽ അതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ സ്പീഡ് കുറച്ചിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ജസ്റ്റ് മിക്സാക്കി എടുത്താൽ മതി. അധിക നേരം ബീറ്റ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇത്രയും ബീറ്റായി വന്നാൽ ഇനി നമുക്കതിലോട്ട് അരിച്ച് വെച്ചിരിക്കുന്ന ഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലോർ ചേർക്കുമ്പോൾ 3-4 ബാച്ചസ് ആയിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കണം. അധികം കുത്തി ഇളക്കാതെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും നന്നായിട്ട് മിക്സായി വന്നാൽ നമുക്ക് വേണ്ടത് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ അധികം ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് പോലെ തോന്നും. അത് വീഡിയോയ്ക്ക് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് സ്പീഡ് കൂട്ടിയതാണ്. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് ചേർക്കുമ്പോഴും 2 തവണയായിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതൊന്ന് മിക്സ് ചെയ്ത് വരാൻ കുറച്ച് പാടായിരിക്കും. അപ്പം അതനുസരിച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും മിക്സായി വന്നാൽ അതിലോട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്നട്ടാണ് എടുക്കുന്നത്. ഏകദേശം കൈക്ക് 1 പിടിയോളം കാഷ്നട്ട് ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റാം. ഞാനിവിടെ 6 ഇഞ്ച് വലുപ്പത്തിലുള്ള ബേക്കിംഗ് ടിന്നിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇത് ഓർഡർ കേക്ക് ആയതുകൊണ്ട് തന്നെ മെഷർ ചെയ്താണ് ഞാനതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള ബാറ്റർ വേറൊരു ടിന്നിലോട്ടുകൂടി മാറ്റി ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിൽ 175 ഡിഗ്രി സെൽഷ്യസിൽ 50 മിനിറ്റിലാണ് ബേക്കാക്കി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ടെമ്പറേച്ചറൊക്കെ ഓരോ ഓവനെ ബേസ് ചെയ്തിട്ടിരിക്കും. ടൈമും അതിനനുസരിച്ച് മാറ്റം വരുവേ. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് സ്റ്റൗ ടോപ്പിൽ ഓവൻ സെറ്റപ്പിൽ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 50 മിനിറ്റ് വരെ ആകുമ്പോൾ ബേക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിക്കൊണ്ടിരിക്കുകയാണ്. 20 മിനിറ്റ് ആയപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഓർഡർ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ മുറിച്ച് കാണിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇതേ സെയിം റെസിപ്പിയിൽ ചെയ്ത കേക്കാണ് ഇത്. അപ്പോൾ അത് മുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റായിട്ടുള്ള സോഫ്റ്റും മോയ്സ്ചറായിട്ടുള്ള ഒരു കേക്കാണ്. ഒരിക്കൽ വാങ്ങുന്നവർ ഇത് വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന അത്രയും ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.